കാസർഗോഡ് മഴ ശക്തമായി തുടരുന്നു. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവൂർ, ഗറുക്കട്ടെ, മഞ്ചപാടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മലയോര ഹൈവേയിൽ നന്താരപ്പദവ് ചേവാ റൂട്ടിൽ മണ്ണിടിഞ്ഞു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയാണ് കാസർഗോഡും തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിര കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി എന്നുള്ളതാണ്. പാവൂർ, ഗറുകട്ടെ, മച്ചമ്പാടി എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോര ഹൈവേയിൽ നന്താരപ്പടവ് ചോവൂർ റൂട്ടിൽ മണ്ണിടിച്ചിലും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോൾ മിയാപ്പദവ്, പൈവേളിക, ഉപ്പള റൂട്ട് വഴിയാണ് ഇപ്പോൾ തിരിച്ചു വിട്ടിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 2 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുടകിലും വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കുടക് ഡിസ്ട്രിക്റ്റിൽ മാത്രം കഴിഞ്ഞ 5 ദിവസമായി അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. കുടക് ജില്ലയിൽ നമുക്കറിയാം, ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ അത് ഒഴുകിയെത്തുന്നത് തേജസ്വിനി പുഴയിലേക്കായിരിക്കും. അത് കാസർഗോഡ് വഴി എത്തിയാണ് അറബിക്കടലിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേജസ്വിനി പുഴ ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ളവർ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രവുമല്ല, ഈ ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണ സംവിധാനം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ഉണ്ടായ കനത്തമായ മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ മരങ്ങൾ പൊട്ടി വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് താറുമാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട്. കാസർഗോഡിന്റെ തീരദേശ പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഏകദേശം 72 കിലോമീറ്റർ തീരദേശ പ്രദേശമുള്ള ഈ കാസർഗോഡ് ജില്ലയിൽ 48 കിലോമീറ്ററിലധികം ഇത്തരത്തിൽ കടൽ ഭിത്തി ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നത് ജനങ്ങളെ വളരെയേറെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്തായാലും എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഭരണ സംവിധാനം വ്യക്തമാക്കുന്നത്. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് താമസിക്കാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് ആരും, ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആരും ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. മട്ടുളായിക്കുന്ന്, വീരമലക്കുന്ന് ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാത വഴി കടന്നു പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും മറ്റ് താലൂക്കുകൾ കേന്ദ്രീകരിച്ചെല്ലാം ഇത്തരത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ജില്ലാ ഭരണ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ ജില്ലാ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടുകളാണ്. ഈ ഭാഗത്തു നിന്ന് ആളുകൾ മാറി താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മലയോര ഹൈവേയിൽ മണ്ണിടിച്ചിലും രൂക്ഷമാകുന്നുണ്ട്. ഇത്തരത്തിൽ പാതൂർ റോഡിൽ താൽക്കാലികമായി ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്, നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വഴി ഇപ്പോൾ തെരഞ്ഞെടുക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആതിര. ശരി ജോസഫ്.